നെല്ല് സംഭരണത്തെ ചൊല്ലി കർഷകരും സിവിൽ സപ്ലൈസ് വകുപ്പും തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോൾ ആലത്തൂരിൽ നെല്ല് കർഷകനിൽ നിന്നും നേരിട്ട് സംഭരിച്ചു. എംഎൽഎ കെ ഡി പ്രസേനന്റെ നിറ പദ്ധതി പ്രകാരമാണ് നെല്ല് സംഭരിച്ചത്. സംഭരിച്ച നെല്ലിന് കയ്യോടെ തുക നൽകുന്നതാണ് രീതി. കാട്ടുശ്ശേരി രുക്മിണിയമ്മയുടെ വീട്ടിലെ നെല്ലാണ് സംഭരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് നെല്ല് സംഭരിച്ച് മില്ലുടമകൾക്ക് നൽകുന്നത് സപ്ലൈകോ ആണെങ്കിൽ ആലത്തൂരിൽ സഹകരണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കേന്ദ്രവിഹിതം ഉൾപ്പെടെ 28 രൂപ 20 പൈസയാണെങ്കിൽ 24 രൂപ 50 പൈസ നിരക്കിലാണ് ഇവിടെ നെല്ല് സംഭരിച്ചത്. ഇതിന് കയ്യോടെ തന്നെ രസീത് നൽകുകയും ചെയ്തു. ആലത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ രസീത് കാണിച്ചാൽ ഉടൻ പണം ലഭിക്കുമെന്ന് കെ ഡി പ്രസേനൻ എംഎൽഎ UTVയോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പറവിലയേക്കാളും കൂടിയ വില നൽകി 24 രൂപ 50 പൈസ നൽകി. അവിടെ നെല്ലളക്കുന്നു എന്ന് മാത്രമല്ല, അളന്ന അരമണിക്കൂറിനകം പണം ബാങ്കിൽ നിന്ന് കൊടുക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് ബാങ്ക് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പാലക്കാട് ജില്ലയിലെ കർഷകരെ സഹായിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ കർഷകർക്ക് പ്രത്യേകിച്ച് പരിഗണനയുണ്ടാവും. മറ്റെല്ലാ കർഷകരെയും സഹായിക്കും. കേരളത്തിലെ സഹകരണ വകുപ്പ് അതിനാവശ്യമായ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാർ, അതുപോലെ തന്നെ ഇവിടുത്തെ കോപ്പറേറ്റീവ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, അവരെല്ലാം ഞങ്ങളോടൊപ്പം ഈ സംരംഭത്തിലുണ്ട്. അവരുടെ എല്ലാം പിന്തുണ കൂടിയാണ് ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. നിറ പദ്ധതിയുടെ ഉപദേശ സമിതി ചെയർമാനായ PK മോഹനാണ് ഇത് കർഷകരുമായി ബാങ്കിനെ ബന്ധപ്പെടുത്തുന്ന കണ്ണിയായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഈ നിലപാട്, ആലത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ നിലപാടിലേക്ക് വരാൻ കാരണം മില്ലുകാരുടെ ചർച്ച അന്തിമഘട്ടത്തിലെത്തുന്നില്ല എന്നതുകൊണ്ടാണ്. ഒക്ടോബർ 1 മുതൽ നെല്ല് സംഭരണം ആരംഭിക്കേണ്ടിയിരുന്നു. ഇന്ന് ഒക്ടോബർ അവസാന വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും മില്ലുടമകൾക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന തടസ്സം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയാണ്. കേന്ദ്ര സർക്കാർ 100 കിലോ നെല്ല് സംഭരിച്ചാൽ 68 കിലോ അരി ഉണ്ടാക്കി അത് റേഷൻ കടയിൽ എത്തിച്ചു കൊടുക്കണം എന്ന നിബന്ധനയാണ്. അത് ഇന്നത്തെ കാലാവസ്ഥയനുസരിച്ച്, കേരളത്തിലെ നെല്ലിൻ്റെ പ്രത്യേകതയനുസരിച്ച് 68 കിലോ അരി അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അവരുടെ എല്ലാ നഷ്ടപരിഹാരവും നികത്താൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്. അതെല്ലാവർക്കും അറിയാം. ആ പരിമിതിയുള്ള സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ആലത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കപ്പെടുന്നത്. മഴ കണക്കിലെടുത്ത പല കർഷകരും കിലോയ്ക്ക് 18 രൂപ 22 പൈസയ്ക്കാണ് നെല്ല് വിറ്റത്. സപ്ലൈകോ പണം നൽകാൻ വൈകുന്നതും ഇനിയും നെല്ല് സംഭരിക്കാൻ മില്ലുടമകളുമായി കരാറിലെത്താത്തതുമാണ് പ്രശ്നം. തുലാമഴയിൽ നെല്ലുണക്കാൻ പ്രയാസപ്പെടുന്നത് കാരണമാണ് പലരും കിട്ടിയ വിലയ്ക്ക് നെല്ല് വിറ്റത്. ഇപ്പോൾ നെല്ല് എടുക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഇത്ര വരെ തീരഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ മഴയും അടിക്കലും കൂട്ടലും മാറലും ഞങ്ങളെല്ലാവരും കഷ്ടപ്പെടുകയായിരുന്നു. മഴിക്കാറുണ്ടെങ്കിലും നമ്മളും കൂടിയിട്ട് കഴിച്ചിരിക്കുകയായിരുന്നു. നല്ല കഷ്ടമായിട്ട് നാശമായിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. 2.5 പട കൃഷിയാണ് എനിക്കുള്ളത്. അതിൽ നിന്ന് കിട്ടിയത് 310 കിലോ നെല്ല. അതുകൊണ്ട് പാലക്കാട് പെട്ടി ഓട്ടോ വിളിച്ച് പാലക്കാട് കൊണ്ട് 700 രൂപ ഓട്ടോ വാടക കൊടുത്ത് പാലക്കാട് പോയി കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 5580 രൂപയാണ്. പക്ഷേ അതിൻ്റെ ചിലവും മറ്റുള്ള കാര്യങ്ങളെല്ലാം തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ 6550 രൂപയോളം വന്നു. സർവ്വ ചിലവും നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ എനിക്ക് 970 രൂപയുടെ നഷ്ടമാണ് കൃഷിപ്പണി ചെയ്തിട്ട്. ഞാനൊരു നിർമ്മാണ തൊഴിലാളി ആയതുകൊണ്ട് അത് പിടിച്ചു നിൽക്കണമെന്ന് മാത്രം. പക്ഷേ ഈ നെല്ലിനെ സംരക്ഷിച്ച് മാത്രം ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടാനും വഴിയില്ല. കാലവർഷത്തിൻ്റെ ഈ വ്യതിയാനം പിടിച്ചു നിൽക്കാനും കഴിയില്ല. അത്തരം ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള പരിപാടികൾ തുടങ്ങുന്നത് നമുക്ക് സന്തോഷത്തിൽപ്പെട്ടത്. പക്ഷേ ഇത് ഒരു മാസം മുമ്പ് വന്നാണെങ്കിൽ ഞാനും കൂടി രക്ഷപ്പെട്ടേനെ എന്നൊരു കൗതുകം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അടുത്ത തവണ പക്ഷേ ഇത് ഈ ഒരു നഷ്ടം കാരണം നമ്മളെല്ലാം കേരളീയരുടെ അഭിമാനികളാണല്ലോ. ഒരു സുപ്രഭാതത്തിൽ ആ ഒരു നഷ്ടം ബോധം സംഭവിച്ചോടെ എന്തോ കഴിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ക്ലോസായി പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള സംരംഭങ്ങൾ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയും കൃഷിപ്പണി ചെയ്യാനുള്ളൊരു താല്പര്യം, ഒരു പ്രതീക്ഷ അത് നൽകുന്നുണ്ട്. അത് മാത്രമേ പറയാനുള്ളൂ. ആലത്തൂരിലെ പദ്ധതി മാതൃകയാണെന്നും മറ്റ് സഹകരണ ബാങ്കുകളും ഈ രീതി ഏറ്റെടുക്കണമെന്നും പ്രസേനൻ പറഞ്ഞു. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.